നമസ്കാരം. മറ്റൊരു തിരഞ്ഞെടുപ്പ്, ഇത്തവണ ഉപതെരഞ്ഞെടുപ്പാണ്, അതുകൂടി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുപ്പുകൾ ബാക്കിയാക്കുന്ന ചില കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പ് അനന്തര ചിന്തകൾ എന്ന് വേണമെങ്കിൽ പറയാം. സത്യാനന്തരം എന്നൊക്കെ പറയുന്നില്ല, ശരിക്കും അങ്ങനെ ഒരു വാക്കില്ല എങ്കിലും തെരഞ്ഞെടുപ്പും അതിന്റെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞു. ആദ്യം പറയുന്നത് ഇത് ഈ ഒരു ഇലക്ഷനെ കുറിച്ച് മാത്രമല്ല, പൊതുവെയുള്ള ഇലക്ഷനെ കുറിച്ച് ജനറലൈസ്ഡ് ആയിട്ട് പറയാണ്. ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓരോ തിരഞ്ഞെടുപ്പും അതിന്റെ ബഹളങ്ങളും കഴിയുമ്പോൾ ഫിസിക്കലിയും ഇമോഷണലിയും സോഷ്യലിയും എന്തൊക്കെയാണ് ബാക്കിയാവുന്നത്, അതിൽ ബാക്കിയാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചെങ്കിലും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ഏറ്റവും ക്രൂഡായിട്ടുള്ള ഫിസിക്കൽ ലെവൽ എടുത്തു കഴിഞ്ഞാൽ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഒരുപാട് ഫ്ലക്സുകൾ, തോരണങ്ങൾ, അതുപോലെ ഫിസിക്കലായിട്ടുള്ള ഒരുപാട് തിങ്സ്, മാലിന്യങ്ങൾ ബാക്കിയാവുകയാണ്. പലപ്പോഴും ഈ ഫ്ലക്സ് വയ്ക്കാനും അതിലെല്ലാം കാണിക്കുന്ന ആവേശം ഇതെടുത്തു മാറ്റാൻ പലരും കാണിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. കോടതിയുടെ കൃത്യമായ ഉത്തരവുണ്ടായിട്ടും ഇത് പലരും ശ്രദ്ധിക്കുന്നില്ല. ഓരോ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിലും മാസങ്ങളോളം പിന്നീട് മഴയും വെയിലും കൊണ്ട് ഇത്തരത്തിലുള്ള ഫ്ലക്സുകളും ബോർഡുകളും നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഒന്ന് കണ്ണു തുറന്നാൽ നമുക്കത് കാണാൻ കഴിയും. എൻ്റെ ഒരു ചെറിയ കഥയിൽ ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ അതൊന്ന് കമ്മ്യൂണിറ്റി സെക്ഷനിൽ അപ്ലോഡ് ചെയ്യാം. ഹാർഡ് കോപ്പിയാണ്, സോഫ്റ്റ് കോപ്പി ആക്കിയിട്ടൊക്കെ വേണം. ഐ വിൽ ട്രൈ. അപ്പോൾ അതൊന്നാമത്തെ കാര്യം. ഇതിനെല്ലാം നമ്മുടെ എൻവയോൺമെന്റിന്, പ്രകൃതിക്ക് ചെയ്യുന്ന ദോഷം വളരെ കൂടുതലാണ്. നമ്മൾ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ട്. അപ്പോൾ അത് പാടില്ല. ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്നവർ, നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടിക്കാർ, അവരെല്ലാവരും ഇതിൽ നല്ലൊരു മാതൃക കാണിക്കേണ്ടതാണ്. എന്നാൽ അവർ പോലും ഇത്തരം അവനവൻ്റെ കാര്യം വരുമ്പോൾ പ്രകൃതി ഒട്ടും ശ്രദ്ധിക്കാതെ മൾട്ടിപ്പിൾ ഫ്ലക്സുകൾ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇന്നത്തെ കാലത്ത് എന്തിനാണ് ഇത്തരത്തിൽ ഫിസിക്കലി ഫ്ലക്സുകളും ബോർഡുകളും എന്നുള്ളത് എനിക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. ഇത് ഇന്റർനെറ്റ് യുഗമാണ്. നമുക്കൊരു സ്ഥാനാർത്ഥി അറിയണമെങ്കിൽ ഒരുപാട് ഇലക്ട്രോണിക് വേസ് ഉണ്ട്. പണ്ടത്തെ പോലെ ഫ്ലക്സും തോരണങ്ങളും നോട്ടീസും തന്നെ വേണോ ഇന്നത്തെ കാലത്ത്? നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ടതല്ലേ? പാർട്ടി ഭേദമന്യേ, കക്ഷി ഭേദമന്യേ ഈ കാര്യത്തിലെങ്കിലും നേതാക്കന്മാർക്കും അണികൾക്കും ഒന്ന് ഒരുമിച്ച് ചിന്തിച്ചുകൂടെ? ഇറ്റ്സ് ഒബ്വിയസ്, പക്ഷേ സംതിങ്സ് ആർ ടു ഒബ്വിയസ് ദാറ്റ് വി മിസ് ദം എന്നുള്ളതാണ്. ഇത് ഫിസിക്കലായിട്ടുള്ള കാര്യം. പിന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാകുന്ന ബ്ലോക്കുകളും ജാഥകളും അതുപോലുള്ള പ്രശ്നങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. അത് ഫിസിക്കൽ ലെവലിൽ. പിന്നെ വേറൊരു കാര്യമുള്ളത് ഹെയ്റ്റ് സ്പീച്ചസ് ആണ്. 3-4 ദിവസം മുമ്പുള്ള ഒരു കോടതി ഉത്തരവുണ്ട്. ആ വാർത്ത ഞാൻ കമന്റ് സെക്ഷനിൽ ഇടാം. ഹെയ്റ്റ് സ്പീച്ചുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടുള്ള ഒരു കോടതി ഉത്തരവാണിത്. ഓരോ വാക്കുകളും ഓരോ പ്രസംഗങ്ങളും ഇത്തരത്തിലുള്ളത് ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. പലപ്പോഴും ഹെയ്റ്റ് സ്പീച്ചസ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും നടക്കാറുണ്ട്, പലരും ചെയ്യാറുണ്ട്. എങ്കിലും ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് അതിൻ്റെ ഇന്റൻസിറ്റി ഏറ്റവും കൂടുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പല നിയമങ്ങളും ഉണ്ടെങ്കിലും പലപ്പോഴും ശക്തിക്കുറവ് കൊണ്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ആത്മാർത്ഥതയില്ലായ്മയും കൺസിസ്റ്റൻസി ഇല്ലായ്മയും എല്ലാം കൊണ്ടും അതൊക്കെ കാറ്റിൽ പറത്താറാണ് പതിവ്. കാര്യമായിട്ടൊരു ശിക്ഷയൊന്നും ആർക്കും കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ചസ് ഉണ്ടാക്കിയ ഇമ്പാക്ട്, അതുണ്ടാക്കിയ മുറിവുകൾ, അത് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഫീലിങ്സ് അത് സമൂഹത്തിൽ തന്നെ നിലനിൽക്കും. അത് നല്ലതല്ല. ഓൾറെഡി പല രീതിയിൽ ഡിവിസീവായ ഒരു സമൂഹത്തിൽ നമ്മൾ വീണ്ടും ഈ പറഞ്ഞ ഹെയ്റ്റ് സ്പീച്ചുകളിലൂടെ ഡിവിസീവ് ഐഡിയാസ് വാരി വിതറുന്നത് ശരിയല്ല. എല്ലായിടത്തും സമത്വമാണ്, ഒരു ഡിസ്റ്റിങ്ഷനും ആർക്കും തമ്മിലില്ല എന്നുള്ള സ്യൂഡോ ഐഡിയലിസത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ചില കാര്യങ്ങളെ വ്യത്യാസങ്ങളും പന്തിയിലെ പക്ഷഭേദങ്ങളെ കുറിച്ച് പറയുക തന്നെ വേണം. പക്ഷേ അത് പറയുന്നതും അത് ഹെയ്റ്റ് സ്പീച്ച് ആക്കുന്നതും തമ്മിൽ ദർ ഇസ് എൻ ഒബ്വിയസ് ഡിഫറൻസ് അല്ലേ? സാമാന്യ ബുദ്ധിയുള്ള ആർക്കും എന്താണ് ഹെയ്റ്റ് സ്പീച്ച്, എന്താണ് ഒരു പ്രസ്താവന എന്നുള്ളത് മനസ്സിലാക്കും. അതാരും മനസ്സിലാക്കാൻ കഴിയാത്തവരൊന്നുമല്ല നമ്മളും, നേതാക്കളും, ഇലക്ഷൻ കമ്മീഷനും ആരും. അപ്പോൾ അത്ര നിഷ്കളങ്കത പലപ്പോഴും ആരും അഭിനയിക്കേണ്ട കാര്യമില്ല. ഹെയ്റ്റ് സ്പീച്ചസിനെ കുറിച്ച് പറയുമ്പോൾ 3 Cകളാണ്. ഓരോ പൗരനും കോടതിയും എല്ലാവരും ഹെയ്റ്റ് സ്പീച്ചസിനെതിരെ എടുക്കേണ്ട ഒരു സ്റ്റാൻഡ്. ഇറ്റ് മസ്റ്റ് ബി കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഇതിനെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കണം. കോൺഷ്യസ് ആയിട്ട്, അറിഞ്ഞുകൊണ്ട് തന്നെ. രണ്ടാമത് ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ. അത് ആംബിഗ്വിറ്റി പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്നൊന്നും പറഞ്ഞ് നമ്മുടെ ചില മാപ്പ് പറച്ചിലുകൾ പോലെ ആംബിഗ്വിറ്റി പാടില്ല. ഇറ്റ് മസ്റ്റ് ബി കോൺഷ്യസ് ഡിസിഷൻ, ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ, ഇറ്റ് മസ്റ്റ് ബി കൺസിസ്റ്റന്റ്. നമ്മുടെ പാർട്ടിക്കാർ, നമ്മുടെ നേതാവ് പറയുമ്പോൾ അത് കുഴപ്പമില്ല, മറ്റയാൾ പറഞ്ഞാൽ പ്രശ്നം എന്നുള്ള രീതിയിൽ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഏതൊരു നയത്തിലും കൺസിസ്റ്റൻസി വേണം. സോ കോൺഷ്യസ്, ക്ലിയർ, കൺസിസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂസ്, തുടർച്ചയായിട്ടുള്ളതായിരിക്കണം. ഒരിക്കൽ മാത്രം ഒരു നിലപാടെടുത്ത് അടുത്ത ആഴ്ച അല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ വേറൊരു ഹെയ്റ്റ് സ്പീച്ച് വരുമ്പോൾ കുഴപ്പമില്ല, അത് പാടില്ല. ഇറ്റ് മസ്റ്റ് ബി കണ്ടിന്യൂസ്. സോ like in the case of many other common evils like corruption and nepotism, in the case of hate speech also, the stand of the person and the society and the authorities must be conscious, clear, consistent and continuous. Remember the 4 C's. ഇത് വേണ്ടതാണ്. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് നമ്മൾ ഇലക്ഷൻ സമയത്ത് കാണുന്ന ഒരു കാര്യം, പലപ്പോഴും ഇത്തവണത്തെ ഇലക്ഷനിൽ നമ്മളത് കണ്ടു, ഡെമോക്രസിയിൽ വോട്ടുകളാണ് ജയിക്കാൻ വേണ്ടത്. ആരുടെ വോട്ട് എങ്ങനെ കിട്ടി എന്നുള്ളത് പലപ്പോഴും അൺലക്ലി, അത് നിർഭാഗ്യവശാൽ അതൊരു ഘടകമല്ല.
ഇലക്ഷനിൽ താൽക്കാലിക ലാഭത്തിന് വേണ്ടി തീവ്ര വർഗീയ സംഘടനകളെയും രാജ്യത്തിന് തന്നെ ദോഷകരമായ നിലപാടെടുക്കുന്ന സംഘടനകളെയും കൂടെ കൂട്ടുകയും അവരെ വൈറ്റ് വാഷ് ചെയ്യുന്ന പോലെ മതേതരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. താൽക്കാലിക വോട്ട് നേട്ടത്തിന് അതൊക്കെ സഹായിച്ചേക്കും. പക്ഷേ പിന്നീട് ഇത്തരത്തിലുള്ള വൈറ്റ് വാഷിംഗ് കാരണം ഉണ്ടാവുന്ന വിപത്തുകളെ കുറിച്ച് പലപ്പോഴും ആരും ചിന്തിക്കാറില്ല. അപ്പോൾ ദയവായി താൽക്കാലിക ലാഭത്തിന് വേണ്ടി വർഗീയ സംഘടനകളുടെ കൂടെ ചേരാതിരിക്കുകയും അവരെ ന്യായീകരിച്ച് വെളുപ്പിച്ചെടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ നേതാവും ഓരോ പാർട്ടിയും ഈ രാജ്യത്തിനോട് ചെയ്യേണ്ട ഒരു കടമയാണ്. എലക്ഷൻസ് വേണം, ഡെമോക്രസിയിൽ അത് പ്രധാനമാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് രാജ്യത്തിന്റെ അവസ്ഥയാണ്. ഒരു ഗവേണൻസ് എന്നുള്ള പ്രോസസ്സിന് വേണ്ടിയാണ് ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ്. ഇവൻച്വലി ഗവേണൻസ് ആൻഡ് ദ കൺട്രി ആൻഡ് ദ പീപ്പിൾ ആർ ദ ഫോർമോസ്റ്റ് തിങ്. ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അല്ലാതെ ഇലക്ഷൻ പ്രോസസ് അല്ല. അത് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു വഴി മാത്രമാണ്. ആ വഴിക്ക് അതിൻ്റെതായ എല്ലാ പ്രാധാന്യവും ഉണ്ട്. പക്ഷേ ആ വഴിയാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള താൽക്കാലിക ലാഭത്തിന് വേണ്ടിയുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. ഇവിടെയും ജനങ്ങളുടെ സ്റ്റാൻഡ് പ്രധാനമാണ്. ജനങ്ങൾ ക്ലിയർ ആയിട്ട് സ്റ്റാൻഡ് എടുക്കണം. വർഗീയ ശക്തികൾ, തീവ്ര വർഗീയ ശക്തികളുടെ കൂടെ, അതായത് പേരിലുള്ള മതേതരരല്ല. നമുക്ക് നിലപാടുകൾ കണ്ടാൽ അറിയാം. പലപ്പോഴും പേരിൽ മതേതരരായ പലരുടെയും സ്റ്റാൻഡ് കണ്ടാൽ നമുക്ക് ചിരി വരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ വർഗീയമായ നിലപാടെടുക്കുന്ന സംഘടനകളുടെ കൂടെ ചേരുന്നില്ല, അവരുടെ കൂടെ തങ്ങളുടെ പാർട്ടിക്കാർ ചേർന്ന് കഴിഞ്ഞാൽ തങ്ങളുടെ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നതായിരിക്കില്ല എന്നൊരു സ്റ്റാൻഡ് പലപ്പോഴും എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഇലക്ഷൻ ശേഷമുള്ള കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം, ഇലക്ഷന് വേണ്ടി ഒരുപാട് ഫണ്ട് ചിലവഴിക്കേണ്ട അവസ്ഥ വരുമ്പോൾ, ഇപ്പോൾ ഈ ഫിസിക്കലായിട്ടുള്ള പ്രചാരണം, റോഡ് ഷോ പോലത്തെ ഒരുപാട് കലാപരിപാടികളുള്ളപ്പോൾ ഒരുപാട് ഫണ്ട് വേണ്ടി വരും. ഫണ്ട് വേണ്ടി വരുമ്പോൾ പല സോഴ്സുകളിൽ നിന്ന് സ്വീകരിക്കേണ്ടി വരും. മണി കനോട്ട് കം ഫ്രം തിൻ എയർ ആൻഡ് ദർ ഇസ് നത്തിങ് കോൾഡ് എ ഫ്രീ ലഞ്ച്. അപ്പോൾ ഇവിടെ പലപ്പോഴും പല സംഭാവനകളും സ്വീകരിക്കേണ്ടി വരുമ്പോൾ ഈ സംഭാവനകൾ കൊടുക്കുന്നവരാരും വെറുതെ രാജ്യം നന്നാക്കാനൊന്നുമല്ല കൊടുക്കുന്നത്. അവർക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ അവർ കൊടുക്കുള്ളൂ. ഇപ്പോൾ ഒരുപാട് പൈസ ഉൾപ്പെടുന്ന ഒരു അഫെയറായ ഇലക്ഷൻ മാറുമ്പോൾ ആ പൈസ കൊടുക്കുന്നവർ പല രീതിയിൽ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ അതിനെ മുതലാക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഇടനാഴികളിൽ, അധികാരത്തിൻ്റെ ഇടനാഴികളിൽ തങ്ങൾ കൊടുത്ത പൈസയുടെ വില ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ അവർക്കത് കിട്ടും. അപ്പോൾ അതിനെ പ്രൈമോഡിയലായിട്ട് പ്രിവെൻറ്റ് ചെയ്യണം. ആ റിസ്ക് ഫാക്ടറിനെ പ്രിവെൻറ്റ് ചെയ്യണം. ഇത്രയും പൈസ ഒരു തെരഞ്ഞെടുപ്പിന് മുടക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത്. അതാണ് ഈ പറഞ്ഞ വമ്പിച്ച പ്രചാരണം, റോഡ് ഷോ പോലത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഇത്തരം കാര്യങ്ങളുണ്ടോ അവിടെ പൈസ വേണം. പൈസ വേണോ, സംബഡി ഈസ് ഗോയിങ് ടു ഗിവ് ഇറ്റ് ഓർ ദേ ആർ ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് ഫ്രം സംബഡി. അങ്ങനെ ആരെങ്കിലും തന്നിട്ടുണ്ടോ അവരത് മുതലാക്കാൻ എന്തെങ്കിലും ശ്രമിക്കും മിക്കവരും. സോ ഈ റിസോഴ്സസ് കുറയ്ക്കുക, എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക, ഫിസിക്കലായിട്ടുള്ള എൻവയോൺമെന്റലി ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങൾ കുറയ്ക്കുക, ഡേഞ്ചറസ് ആന്റി നാഷണൽ എലമെന്റ്സും ഡേഞ്ചറസ് കമ്മ്യൂണൽ എലമെന്റ്സുമായിട്ടുള്ള സഖ്യം ഒഴിവാക്കുക. റിയൽ കമ്മ്യൂണൽ എലമെന്റ്സ്, പേപ്പറിൽ മതേതരത മാത്രമായിട്ട് കാര്യമില്ല, അത് ഒഴിവാക്കുക. ഹെയ്റ്റ് സ്പീച്ചസ് പോലത്തെ ഡിവിസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഇലക്ഷന് ശേഷവും നമുക്കിവിടെ ജീവിക്കണം. രാജ്യം ഇവിടെ തന്നെ ഉണ്ട്, ജനങ്ങൾ ഇവിടെ തന്നെയുണ്ട്. താൽക്കാലിക ലാഭം മാത്രം നോക്കിയിട്ട് ചെയ്യരുത്. വാക്കുകൾ കൊണ്ടുണ്ടാക്കുന്ന മുറിവ് ഉണക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? ഏതൊരു വൈദ്യനും ചികിത്സിക്കാൻ കഴിയാത്തതാണ് വാക്കുകൊണ്ടുണ്ടാക്കുന്ന മുറിവ് എന്നൊരു ശ്ലോകമുണ്ട്, അല്ലേ? ക്രൂരവാക്ഷരം ചികിത്സിക്കും ചികിത്സകനില്ല പാരിൽ എന്നെന്തോ ആണത്. അതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നേതാക്കളും അണികളും സപ്പോർട്ട് ചെയ്യുന്നവരും മാധ്യമങ്ങളും എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഇലക്ഷൻ കഴിഞ്ഞൊരു അവസ്ഥയിലാണ് ഇതൊക്കെ പറയാൻ ഏറ്റവും നല്ലതെന്ന് തോന്നി. ഇത് ഈ ഒരു ഇലക്ഷൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത് കേട്ടോ. ഇൻ ജനറൽ എല്ലാ ഇലക്ഷൻസിലും വന്ന പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇലക്ഷൻ അടുക്കുമ്പോൾ നേതാക്കൾക്ക് ആവേശം കൂടുന്നതും വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. വളരെ കുറച്ച് മെമ്മറി മാത്രമുള്ള ഒരു ജനവിഭാഗമായിട്ട് നമ്മൾ മാറുന്നത് കൊണ്ടാണ്. നമ്മുടെ ആക്സെപ്റ്റൻസ് റേഞ്ച് വളരെ കൂടുതലാവുന്നതുകൊണ്ടാണ്. എനിത്തിങ് ഈസ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ, ഇലക്ഷൻ അല്ലേ, ആ ഓക്കെ, നമുക്ക് എന്താണ് ഓക്കെ എന്നുള്ള ലിമിറ്റ് കുറച്ച് കൊണ്ടുവരികയും നമ്മുടെ പാർട്ടി ആണെങ്കിലും നമ്മുടെ നേതാവാണെങ്കിലും ആരാണെങ്കിലും ചില കാര്യങ്ങൾ ഒബ്വിയസ്ലി തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ഇറ്റ്സ് നോട്ട് ഓക്കെ ഫോർ മീ എന്ന് പറയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഓരോ പൗരനും തയ്യാറാകുമ്പോൾ മാത്രമേ ഇതിനെല്ലാം മാറ്റം വരും. നിയമങ്ങൾ വേണം തീർച്ചയായിട്ടും. പക്ഷേ നിയമങ്ങൾക്ക് പരിമിതിയുണ്ട്. ടോപ്പ് ടു ബോട്ടം വരുന്നേക്കാളും ബോട്ടം ടു ടോപ്പ് വരുന്ന കാര്യങ്ങൾക്ക് പവറും പെർസിസ്റ്റൻസും കൂടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഇലക്ഷൻ ഈസ് നോട്ട് അൾട്ടിമേറ്റ് തിങ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ചിന്തിക്കുക. സമൂഹത്തിൽ അപകടകരമായ കാര്യങ്ങൾ ഇലക്ഷൻ സമയത്താണെങ്കിൽ പോലും ചെയ്യാതിരിക്കാനായിട്ട് കോൺഷ്യസ്ലി ശ്രമിക്കുക. ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ ഏത് പാർട്ടിയിലോ ഏത് മതത്തിലോ എന്തിൽ വേണേൽ വിശ്വസിച്ചോട്ടെ, റെസ്പോൺസിബിളായ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചിന്തിക്കുന്ന മനസാക്ഷിയുള്ള ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ എൻ്റെയും നിങ്ങളുടെയും നമ്മൾ ഓരോരുത്തരുടെയും ധർമ്മമാണ് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും കഴിയുന്നതും മുറിവേൽക്കാതെ നോക്കുക എന്നുള്ളത്. ഇലക്ഷൻ സമയത്തും അത് വളരെയധികം ശ്രദ്ധിക്കണം. Thank you.